മച്ചാമാരെ, നമുക്ക് മൈസൂരിലെ കാഴ്ചകളെല്ലാം ഒരു ദിവസത്തിൽ കണ്ടുവന്നാലോ? എങ്ങനെയാണെന്നല്ലേ? അതിനായിട്ട് കോഴിക്കോട് നിന്ന് 260 രൂപ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ മൈസൂരിലോട്ട് യാത്ര ചെയ്യുവാണ്ട്. അപ്പോൾ സുൽത്താൻ ബത്തേരി വഴിയുള്ള യാത്രയാണ്. ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും ജമന്തിയും എല്ലാം വിളഞ്ഞു നിൽക്കുന്ന അതിമനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ മൈസൂരിലോട്ട് പോകുന്നത്. അങ്ങനെ മൈസൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി നമ്മൾ ആദ്യം പോകുന്നത് മൈസൂർ സൂ കാണാനാണ്. 120 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ മൈസൂർ സൂവിൽ കയറി നമ്മൾ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സൂകളിൽ ഒന്നായ മൈസൂർ സൂവിലെ കാഴ്ചകളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 150 ഏക്കറോളം പരന്നു കിടക്കുന്ന സൂ ആണ് കേട്ടോ മൈസൂർ സൂ. അവിടെ 168 പരം ഇനങ്ങളുള്ള ജീവികളുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻട്രിയിൽ നിന്നും എക്സിറ്റിലോട്ട് ഏകദേശം 3 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ സൂവിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തത് പോകുന്നത് മൈസൂർ പാലസിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ നേരെ റോഡിലോട്ട് ഇറങ്ങി മൈസൂർ പാലസ് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളങ്ങനെ മൈസൂർ പാലസ് എത്തി ഏകദേശം 120 രൂപ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ പോകണ്ട. അപ്പോൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെരുപ്പ് പുറത്തുള്ള കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ചെരുപ്പ് കൗണ്ടർ ഫ്രീ ആണ് കേട്ടോ അവിടെ. പക്ഷെ നമ്മൾ ഒരുപാട് നേരം ക്യൂ നിൽക്കണം ചെരുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ പിക്കപ്പ് ഒഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാൻ പോകാണ്ട്. അപ്പോൾ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഒരുപാട് തൂണുകളും ഒരുപാട് കൊത്തുപണികളൊക്കെ നിറഞ്ഞ മനോഹര കാഴ്ചയാണ് കേട്ടോ മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ കാണാനുള്ളത്. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ മൈസൂർ പാലസ്. അതിന് മാത്രം കാണാനുണ്ട് മൈസൂർ പാലസ്. അതിനുള്ളിൽ ഒരുപാട് ചിത്രപ്പണികളും ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മൈസൂർ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ടാണ് കേട്ടോ. മൈസൂർ സ്റ്റാൻഡിൽ നിന്നും വെളുപ്പിന് 4 മണിക്ക് ഗൂഡല്ലൂർ വഴി ഊട്ടി പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബന്ദിപ്പൂർ ഇറങ്ങാൻ പറ്റുള്ളൂ. ഏകദേശം 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ബസ് ടിക്കറ്റ് വരുന്നത് ബന്ദിപ്പൂർ വരെ. അപ്പോൾ നമ്മൾ വെളുപ്പിനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീപ്പ് സഫാരിയാണ് നമ്മൾ നോക്കി വന്നത്. പക്ഷേ ജീപ്പ് സഫാരി ഫില്ലായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയത് ബസ്സാണ് കേട്ടോ. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ വന്ന് ജീപ്പ് സഫാരി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ജീപ്പ് സഫാരി ബുക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ വന്നിട്ട് നേരിട്ട് ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ജീപ്പ് എല്ലാം ഫില്ലാവും. പിന്നെ ബസ്സിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ജീപ്പ് സഫാരിക്ക് ഏകദേശം ഒരാൾക്ക് 1300 രൂപയും ബസ്സിന് 650 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ ബന്ദിപ്പൂർ കാടിനുള്ളിലൂടെയുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. ഒരുപാട് മാനിനെ നമുക്ക് കാണാൻ പറ്റി. പോകുന്ന വഴികളിലൂടെയെല്ലാം മാൻകൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ. അതിനുശേഷം നമുക്ക് അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടോ. കുറേ ആനകൾ കൂട്ടം ചേർന്ന് വന്ന് വെള്ളം കുടിച്ച് മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി. ഈ യാത്രയിൽ നിർഭാഗ്യവശാൽ നമുക്ക് കടുവയെ കാണാൻ പറ്റില്ല. പകരം നമുക്ക് കരടിയെ കാണാൻ പറ്റിയട്ടോ. അതിമനോഹര കാഴ്ചയിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് നമുക്ക് കരടിയെ കാണാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഗൂഡല്ലൂർ വന്ന് നിലമ്പൂർ വഴി നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ യാത്ര. അപ്പോൾ മച്ചന്മാരെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്കും ഒരു ദിവസം മൈസൂർ യാത്ര ഇങ്ങനെ പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.